ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഭാര്യയെ സഹായിക്കുക, അതാണ് ഇന്നത്തെ വ്ളോഗ്. ഗൈസ്, ഭാര്യ ചപ്പാത്തി വിടുന്നു ഗൈസ്. ഞാനിവിടെ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഞാനിങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കി സഹായിച്ച് അവളിങ്ങനെ ചുട്ടിരിക്കുന്നു ഗൈസ്. എന്താ പുക വരുന്നേ? എന്താ പുക? കരിഞ്ഞ ചപ്പാത്തി ഗൈസ്. അപ്പം നമ്മുടെ പരിപാടി ചപ്പാത്തി പരത്തൽ. കഴിക്കാൻ പോകുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത് കേരള സർക്കാരിൻ്റെ സപ്ലൈക്ക് നിൽക്കുന്ന റേഷൻ കടയിൽ നിൽക്കുന്ന ആട്ടയാണ്. പുള്ളി കഴിഞ്ഞു ഗൈസ്, പുള്ളി കഴിഞ്ഞു ഗൈസ്. പരത്തി കഴിഞ്ഞ് ചൂടുന്ന പരിപാടി ഗൈസ്. ഇതിനൊക്കെ ദാറ്റ്സ് ഇറ്റ്. ആ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല. കഴിക്കാൻ വേണ്ടി പാല് വാങ്ങാൻ പറഞ്ഞ പിന്നെ വിശക്കുണ്ടോ? ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തത് എൻ്റെ വക സ്പെഷ്യൽ ഉള്ളിക്കറി ഗൈസ്. പാനെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കട്ടെ. ഇട്ടണം ഇതുപോലെ ടിഷ്യൂ ഗൈസ്. ഞങ്ങൾ തക്കാളി ഇട്ട് ഗൈസ്. തക്കാളിയും മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കണം. കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി നന്നായി ഇളക്കി കൊടുക്കണ്ടേ ഗൈസ്. നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് കുറച്ച് ഗൈസ്. നമ്മളിനി മുട്ടയിടുന്ന സെക്ഷനിലേക്ക് പോവാണ്. മുട്ട ഇങ്ങനെ കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ടില്ല നമുക്കൊരു ഒറ്റപ്ലക്കും നന്നായിട്ടത് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലിട്ട് ടേസ്റ്റ് നോക്ക്. ഉപ്പ് കുറവാണ് കേസ്. നമ്മൾ ഉപ്പിട്ടിട്ടില്ല. ഇതാ ഇട്ടോ. കൂടുതൽ ഇല്ല. എൻ്റെ കറി ഇവിടെ റെഡി ഗൈസ്. ചപ്പാത്തിക്കുള്ളത് ഗൈസ്. അങ്ങനെ ഞാൻ കഴിച്ചു ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം ഒരു ചപ്പാത്തി എടുക്കണം ഗൈസ്. സാധാരണ എല്ലാവരും ഇങ്ങനെ ഇതാക്കിയിട്ടാണ് കഴിക്കുക. പക്ഷെ ഞാൻ കഴിക്കുന്നത് റോൾ ചെയ്തിട്ടാണ് ഞങ്ങൾ എപ്പോഴും കഴിക്കാറ്. അപ്പം ഞാൻ കുറച്ച് റോൾ ചെയ്തിട്ടൊക്കെ കഴിക്കുക. അപ്പോൾ കുറച്ച് മതി. ഞാൻ അതിൻ്റെ